കുഞ്ഞിനെ കാണാതായതുമായി 2 വയസ്സുകാരിയെ കാണാതായതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി അനുരാഗ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അനുരാഗ്, നിലവിൽ അന്വേഷണ സംഘം ഏത് നിലയ്ക്കാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രൂപീകരണമൊക്കെയും ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളിലൊക്കെയും ഒരു തീരുമാനമായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ 5 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് പരിശോധന നടത്തി വരുന്നത്. ഈ ഓൾ സെയിൻസ് കോളേജിന് സമീപത്ത് നിന്നാണ്, അവിടെയാണ് ഇവർ ടെൻ്റടിച്ച് താമസിച്ചു കൊണ്ടിരുന്നത്. ആ ഭാഗത്ത് നിന്ന് 3 വഴികളാണ് പ്രധാനമായും ഉള്ളത്. ഈ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇപ്പോൾ വിശദമായി തന്നെ പോലീസ് അത് പരിശോധിച്ച് വരികയാണ്. അതിൽ പ്രധാനമായും നോക്കുന്നത് സംശയാസ്പദമായി ഏതെങ്കിലും വാഹനങ്ങൾ അതുവഴി കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഏതെങ്കിലും വാഹനം അസ്വാഭാവികമായ രീതിയിൽ ആ സമയത്ത് അതുവഴി കറങ്ങി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ കുടുംബം നൽകിയിട്ടുള്ള മൊഴി പ്രകാരം ഒരു സ്കൂട്ടർ, മഞ്ഞ നിറമുള്ള സ്കൂട്ടർ അവിടെ കണ്ടു എന്ന് പറയുന്നു. അതിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുമാണ് ഈ കുട്ടിയുടെ സഹോദരൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആ തരത്തിൽ മഞ്ഞ നിറമുള്ള സ്കൂട്ടർ ഏതെങ്കിലും സമയത്ത് അതുവഴി കടന്നു പോയിട്ടുണ്ടോ എന്നുള്ള കൂടി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും സിറ്റി പ്രദേശത്ത് വിശദമായ പരിശോധന തന്നെയാണ് പോലീസ് നടത്തി വരുന്നത്. ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിലാണ് ഈ കുടുംബം, ദമ്പതികൾ ഉള്ളത്. അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് അവരുടെ മൊഴി എടുത്തു വരികയാണ്. സിറ്റി പോലീസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ നിതിൻ രാജ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്ത് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിശദമായ പരിശോധന തന്നെ നടത്തി വരുന്നു. ഏറ്റവും പ്രധാനമായും 2 കാര്യങ്ങളാണ്: CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക, അതിനൊപ്പം തന്നെ ഈ മൊബൈൽ നമ്പറുകൾ, അതായത് ആ സമയത്ത് അവിടെ അസ്വാഭാവികമായി ഏതെങ്കിലും ഫോൺ വിളികൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുകയാണ്. ആ സമയത്ത് അസ്വാഭാവികമായി ആ ഇടത്ത് അവിടെ താമസമില്ലാത്തതോ അല്ലെങ്കിൽ ആ പരിസരവുമായി ബന്ധമില്ലാത്ത ആളുകൾ ആ സമയത്ത് ഏതെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഫോൺ വിളികൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നു. ആ തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം നേതൃത്വത്തിലാണ് ഈ പരിശോധനകൾ നടന്നു വരുന്നത്. അതിർത്തികൾ അടച്ചുള്ള പരിശോധന, വാഹനങ്ങളൊക്കെ തന്നെയും സംശയാസ്പദമായി കാണുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നു. അതിനൊപ്പം ഒഴിഞ്ഞ ഇടങ്ങളും ഒഴിഞ്ഞ പ്രദേശങ്ങളും പരിശോധിക്കുന്നു. ഈ ഓൾ സെയിൻസ് പ്രദേശം എന്ന് പറയുന്നത് ഒഴിഞ്ഞ ഇടങ്ങൾ കൂടുതലുള്ള പ്രദേശം കൂടിയാണ്. ടൈറ്റാനിയം ഒക്കെ വരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒഴിഞ്ഞ പ്രദേശങ്ങളടക്കം പരിശോധിച്ച് വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ഭിക്ഷാടനത്തിനടക്കം ഏതെങ്കിലും അത്തരത്തിലുള്ള ആളുകൾ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ സുഹൃത്തുക്കളായുള്ള നാടോടികളെ കൂടി ഇത്തരത്തിൽ പരിശോധിച്ച് വരുന്നു. ഈ കുട്ടിയെ കാണാതായ ഇടത്ത് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. ഇവിടെ ഇപ്പോൾ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരിക്കൽ കൂടി ഈ പ്രദേശത്ത് പരിശോധന നടത്താനായി പോയിട്ടുണ്ട്. അങ്ങനെ സമഗ്ര അന്വേഷണം തന്നെയാണ് ഈ സംഭവത്തിൽ നടത്തി വരുന്നത്. ഏതായാലും വരും മണിക്കൂറിൽ തന്നെ കുട്ടിയെ കണ്ടെത്തി ദമ്പതികൾക്ക് സുരക്ഷിതമായി തന്നെ തിരിച്ചേൽപ്പിക്കാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസ് സംഘം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അനുരാഗ്, ഈ സമയക്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ കുഞ്ഞിനെ കാണാനില്ല എന്നത് ഈ അച്ഛനും അമ്മയും മനസ്സിലാക്കിയ ഒരു സമയം, അവർ പോലീസിൽ പരാതിപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നത് പോലീസ് മനസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സമയങ്ങളുടെ കണക്കുകളൊക്കെയും വരുന്നുണ്ട്. പോലീസ് നൽകുന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം എന്താണ്? 12 മണിക്ക് ശേഷം, ഇന്ന് പുലർച്ചെ 12 മണിക്ക് ശേഷം ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ ഈ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളതാണ് ഇവർ നൽകുന്ന മൊഴി. ഇവർക്ക് 4 കുട്ടികളാണ് ഉള്ളത്, 3 ആൺകുട്ടികളും ഈ ഒരു പെൺകുട്ടി മേരി എന്ന് പറയുന്ന ഇപ്പോൾ കാണാതായ 2 വയസ്സുകാരിയായ മകളും. ഈ സഹോദരങ്ങൾ ഒരുമിച്ചാണ് ഉറങ്ങാൻ കിടന്നത്. ഇതിനിടയിൽ നിന്നാണ് ഈ കുഞ്ഞിനെ കാണാതായത് എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. തട്ടിക്കൊണ്ട് പോയതാകാമെന്നുള്ള സംശയം കൂടി ഇവർ പരാതിയിൽ നൽകുന്നുണ്ട്. കാരണം ആ സമയത്ത് സംശയാസ്പദമായി ഒരു സ്കൂട്ടർ കണ്ടുവെന്നും മഞ്ഞ നിറമുള്ള സ്കൂട്ടറാണെന്നും അതിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായത് എന്നും ഈ സഹോദരനാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി ഇവർ പരാതി നൽകുന്നു. പരാതി നൽകിയ സമയത്ത് തന്നെ പോലീസ് സമഗ്ര അന്വേഷണം നടത്തുന്നു. CCTV ദൃശ്യങ്ങൾ ആ തുടക്കഘട്ടത്തിൽ ശേഖരിക്കാനുള്ള വെല്ലുവിളി ഉണ്ടായിരുന്നു. കാരണം അത് ആ സമയത്ത് എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുന്ന സമയമായിരുന്നു. എന്നാലും ഈ കട ഉടമകളെ തിരിച്ചറിഞ്ഞ് അവരെ വേഗത്തിൽ തന്നെ ബന്ധപ്പെട്ട് ഈ കടകൾ തുറന്ന് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ഒരു നീക്കം എന്തായാലും നടത്തി വരികയായിരുന്നു പോലീസ്. എന്തായാലും ഇപ്പോൾ ബ്രഹ്മോസ് ഭാഗം, ആ ഭാഗത്തും ടൈറ്റാനിയം ഭാഗത്തൊക്കെ ഉള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക്, ഈ വിമാനത്താവളത്തിലേക്കും മറ്റ് ടൈറ്റാനിയം ഭാഗത്തേക്കും ഒക്കെ പോകുന്ന, ശംഖുമുഖം ഭാഗത്തേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട റോഡുകളാണ്. ആ ഭാഗത്തൊക്കെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. വിശദമായി തന്നെ പരിശോധിച്ച് വരികയാണ്. സംശയാസ്പദമായി കാണുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നു. അവരുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ പരിശോധിച്ച് വരികയാണ്. അതിനൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ആ സമയത്ത് അസ്വാഭാവിക
സ്വാഭാവികമായി നടന്ന ഫോൺ വിളികളൊക്കെ പരിശോധിക്കുന്നു. ആ തരത്തിൽ സമഗ്ര അന്വേഷണം തന്നെയാണ് ഈ സംഭവത്തിൽ പോലീസ് നടത്തി വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പോലീസുകാർ എത്തിച്ചുകൊണ്ട് വിവിധയിടങ്ങളിൽ വിന്യസിപ്പിച്ചുകൊണ്ട് ഉള്ള പരിശോധനയാണ് നടത്തി വരുന്നത്. ഒഴിഞ്ഞ ഇടങ്ങൾ, ഒഴിഞ്ഞ പ്രദേശങ്ങൾ, ഒഴിഞ്ഞ വീടുകൾ, സമീപകാലത്ത് വാടകയ്ക്കെടുത്ത വീടുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ സമയം ഇവർ ഈ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ സമയം മുതൽ, രാത്രി മുതൽ ഈ പുലർച്ചെയുള്ള സമയത്തൊക്കെ തന്നെയും ഈ ഓൾ സെയിൻസ് ഭാഗത്തൂടെ കടന്നുപോയ ആളുകളെയും അതിനൊപ്പം തന്നെ വാഹനങ്ങൾ കൂടി തിരിച്ചറിയാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പോലീസ്. എന്തായാലും ആ തരത്തിൽ സമഗ്ര അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ദമ്പതികൾ, കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവരെ കൂടി വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യം അവരുടെ മൊഴികളിൽ ഉണ്ടോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനൊപ്പം ഇവരുടെ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഈ പോലീസ് ഇപ്പോൾ ചെയ്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ ACPയുടെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരിക്കൽ കൂടി ഈ സ്ഥലം, കുഞ്ഞിനെ കാണാതായി എന്ന് പറയുന്ന ആ സ്ഥലത്ത് പരിശോധന നടത്താനായി പോയിട്ടുണ്ട്. നേരത്തെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സമഗ്ര അന്വേഷണം തന്നെ, ഒരു വീഴ്ചയും സംഭവിക്കാത്ത സമഗ്ര അന്വേഷണം തന്നെ ഈ സംഭവത്തിൽ നടത്തി വരികയാണ് പോലീസ്. ഈ സിറ്റി DCP അടക്കമുള്ളവരുടെ വലിയൊരു സന്നാഹം പോലീസ് ഇപ്പോൾ അവിടെ ഉണ്ട്. നേരത്തെ അനുരാഗ് പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങളെയൊക്കെ കാണാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇതുവരെയുള്ള ഒരു അന്വേഷണ പുരോഗതിയൊക്കെയും രാവിലെ അറിയിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? രണ്ടാമതൊരു കാര്യമെന്ന് പറയുന്നത് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞുമായി യാത്ര ചെയ്യാനുള്ള, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ കൂടുതൽ ദൂരത്തേക്കുള്ള പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലേക്ക്, അല്ലെങ്കിൽ തമിഴ്നാട് അതിർത്തിയിലേക്കൊക്കെയും യാത്ര ചെയ്യാനുള്ള സാധ്യതകൾ സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള അന്വേഷണം ഏത് നിലയ്ക്കാണ്? ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ അതിർത്തികൾ അടക്കമുള്ള ഇടങ്ങളിൽ പോലീസ് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. കുട്ടിയുടെ ചിത്രമടക്കമുള്ളവ കൈമാറിക്കൊണ്ടാണ് ഈ സന്ദേശം നൽകിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 റെയിൽവേ സ്റ്റേഷനുകൾ ഈ പരിസരത്ത് വരുന്നുണ്ട്. 3ഓളം റെയിൽവേ സ്റ്റേഷനുകൾ ഈ പരിസരത്ത് വരുന്നുണ്ട്. പ്രധാനമായും പേട്ട റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്, പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിലൊക്കെ തന്നെയും ഈ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. RPFനും കേരള പോലീസിൻ്റെ തന്നെ റെയിൽവേ പോലീസിനും ഈ വിവരങ്ങൾ കൈമാറി. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ പോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ മറ്റ് റെയിൽവേ സ്റ്റേഷനുകൾ, കൊല്ലത്തായാലും മറ്റിടങ്ങളിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന നടത്തി വരുന്നു. കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സഞ്ചരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. കാരണം ആ സമയത്ത് ഇവർ പരാതി നൽകാൻ വരുന്ന ഒരു സമയം, ആ സമയത്തിനിടയ്ക്ക് ഇവർ സഞ്ചരിക്കാവുന്ന ഒരു സമയം, ഒരു ദൂരപരിധി കൂടിയുണ്ട്. ആ പരിധി കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള പരിശോധന പ്രധാനമായും കൊല്ലത്തേക്ക് കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനൊപ്പം തന്നെ 1 മണിക്കൂർ മാത്രം റൂറൽ പ്രദേശത്തോട്ട് സഞ്ചരിച്ചാൽ തമിഴ്നാട് പ്രദേശമായി, പാറശാല, കളിയിക്കാവിള പ്രദേശമായി, അങ്ങനെ ആ ഇടങ്ങളിൽ തമിഴ്നാട് പോലീസിനെ ആയാലും RPFനെ ആയാലും റെയിൽവേ പോലീസിനെ ആയാലും അടക്കം എല്ലാ സേനകളെയും കൃത്യമായി വിവരങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ ചിത്രമടക്കം നൽകിക്കൊണ്ടുള്ള പരിശോധന, അതിനുള്ള നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നൽകിയിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായ അന്വേഷണം നടത്തി വരുന്നു. ഈ സമയത്ത് ഈ കാണാതായി എന്ന് പറയുന്നതും ഈ പരാതി ലഭിച്ച് അന്വേഷണം ആരംഭിച്ച സമയത്തിനുള്ളിലുള്ള ഒരു സമയപരിധി, ആ പരിധിക്കുള്ളിൽ എവിടെയൊക്കെ കടക്കാനാകും, എങ്ങോട്ടേക്ക് ഇവർക്ക് പോകാനാകും, ആ ഇടത്തേക്കുള്ള CCTV ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചു വരുന്നു. അതിനൊപ്പം ആ ദൂരപരിധിക്കുള്ള ഇടങ്ങൾ, ആ ഇടങ്ങൾ പരിശോധിച്ചു വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണാതായ ഇടം, ആ ഇടമെന്ന് പറയുന്നത് കുറ്റിക്കാടും അതുപോലെയുള്ള ഇടങ്ങൾ വരുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ ഇടങ്ങളിലും കൂടി വ്യാപകമായ പരിശോധന, കൂടുതൽ പോലീസുകാരെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തി വരികയാണ് പോലീസ് ചെയ്യുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ തന്നെ കുട്ടിയെ സുരക്ഷിതമായി ഈ ദമ്പതികൾക്ക് കൈമാറാനാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. എന്തായാലും കുട്ടിയെ സുരക്ഷിതമായി കണ്ടെത്തുക, ഇവർക്ക് മാതാപിതാക്കൾക്ക് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിനുള്ള അശ്രാന്ത പരിശ്രമം തന്നെയാണ് പോലീസ് നടത്തി വരുന്നത്. ശരി അനുരാഗ്, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അനുരാഗ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എത്രയും വേഗം ഈ കുഞ്ഞിനെ കണ്ടെത്തി മാതാപിതാക്കൾക്ക് കൈമാറുക എന്ന വളരെ ശ്രമകരമായ ദൗത്യത്തിലേക്ക് സംസ്ഥാന പോലീസ് അംഗങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. വിവിധ അന്വേഷണ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണം സംസ്ഥാനമെമ്പാടും വലവിരിച്ച് നടത്തുന്ന ഒരു അന്വേഷണത്തിലേക്കൊക്കെയും ഈ ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞുമായി യാത്ര ചെയ്യാനുള്ള സാധ്യത അടക്കം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന സാഹചര്യമാണ്. സമഗ്ര വിവരങ്ങളാണ് VS അനുരാഗ് തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.